ഹലോ ഗായ്സ്, ഇന്നൊരു കാഷ്വൽ മിനി വ്ളോഗാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനിടയ്ക്ക് എൻ്റെ മിട്ടു ബേബി കയറി വന്നു. ഇപ്പോൾ മീറ്റ് മൈ ബേബി മിട്ടു. അങ്ങനെ അവളെയും കളിപ്പിച്ച് ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും മിസ് മമ്മി വന്നിട്ട് പറയാ, വെറുതെ ഇരിക്കല്ലേ എൻ്റെ തലയിൽ എണ്ണ ഇട്ട് തരാൻ. അങ്ങനെ അമ്മച്ചിയോട് ഞാൻ തലയൊക്കെ ചീവി വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങളും പരദൂഷണവും വീട്ടുവിശേഷവും നാട്ടുവിശേഷവും ഒക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയുടെ തലയിൽ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എണ്ണയ്ക്കകത്ത് ചേർത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? വേറൊന്നുമല്ല, ഹെന്ന പൗഡർ. അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് അമ്മ ചേർത്തിരിക്കുന്നത് കട്ടൻ ചായ ചേർത്തിട്ടുണ്ട്, പിന്നെ തൈര് കുറച്ച് ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ടയും, ഒരു ഫുൾ മുട്ട എടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, ഫുള്ളാണ് ഇട്ടേക്കുന്നത്. അതെല്ലാം കൂടി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നെക്സ്റ്റ് ഡേ എടുക്കുന്നത്. മുട്ട നെക്സ്റ്റ് ഡേ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിൻ്റെ ഹെന്നയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് മുട്ട ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ചെറിയ ചെറിയ സ്ട്രാൻഡ്സ് എടുത്തിട്ട് എല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് ഒരു 2 hours or 3 hours മിനിമം വയ്ക്കുക. അങ്ങനെ എന്നാ പരിപാടി കഴിഞ്ഞു. എനിക്കിതിനെ നോക്കി വർത്താനം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താന്ന് മനസ്സിലാവുന്നത്, പ്രത്യേകിച്ച് ഫ്രണ്ടിക്കാൻ. എങ്ങനെ എന്തോ ആൾക്കാർ ഇതൊക്കെ സെറ്റാക്കുന്നു? പഠിക്കാം, സെറ്റാവുമായിരിക്കും. എന്നാ വാ, ക്യാമറ വാ. താല്പര്യമില്ലാത്ത ആളായി, താങ്കൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇനിയുള്ള പരിപാടി നമുക്കൊന്ന് പുറത്ത് പോകണം. കുട്ടി ഞാൻ വീണ്ടും മറന്നു, വെള്ളക്കുപ്പി എടുക്കണം. അങ്ങനെ ടക്കനെ റെഡിയായി. ഇനി നമുക്ക് ടിക്കനെ പോയിട്ട് വരാം. അടുത്ത വാവുനെ ഞാൻ ഫേമസ് ആക്കും. ചിരി ചിരിക്ക്. ഇവിടെ മൂഷിന്നാണ്, മൂഴിന്നാണ് പറയണേ. ചക്ക വെട്ടാൻ പോകുന്നു. ചക്കയാണ്, ചക്കയുടെ ഓണാണ്. ചക്ക വീഴോ? ചക്ക വെട്ടാൻ കൂടെ ആള് വീഴോ? അയ്യോ, മാറിയിരുന്നോ? എനിക്ക് പരിചയമില്ലാത്ത ആളാണ് വെട്ടാൻ പോകണം. ആരാ പറഞ്ഞ വിളഞ്ഞെന്ന്? ആരാ പറഞ്ഞ? ആരാ പറഞ്ഞ? ആരാ പറഞ്ഞ വിളഞ്ഞെന്ന്? കണ്ടിട്ട് വിളഞ്ഞെന്ന് തോന്നുന്നു. ഏതാ ചക്ക? ഈ ചക്കയുടെ പേരാണ് കൂഴച്ചക്ക. സ്പെഷ്യൽ പേരെന്ന് വെച്ചാല് പച്ചൂക്കാവില്ല. ജിമ്മിൽ പോയി 50 കിലോ എടുക്കണവനാണ് 2 കിലോ ചക്ക എടുക്കാൻ എത്താൻ പോവുകയാണ്. വാവും ചക്കയും. വാവും ചക്കയും. റെഡി? ഇത് വർക്കണേ റിയോന്. റിയോ ആരാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചക്ക വെട്ടണം മറ്റന്നാൾ. വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. വെച്ച് കഴിഞ്ഞാല് ഉറക്കെ പറ. ഈ ചക്ക വെട്ടിക്കഴിഞ്ഞാല് അത് ശാസ്ത്രം പറഞ്ഞാൽ ചക്ക വെട്ടുന്ന ആള് ചക്ക കഴിക്കുന്നത്. ഞാനല്ല വെട്ടി. വിളഞ്ഞ മധുരം ഉണ്ടാ? അത് കഴിക്കാം, കളയേക്കാം. ചെറുതായിട്ട് പണിപ്പാളി ഗൈസ്, പണിപ്പാളി. വേറൊന്നുമല്ല, ഞാൻ ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ആക്ച്വലി ഓർത്തില്ല ഞാൻ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു.
അത് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൂ. ചക്ക വെട്ടിക്കൊണ്ടുവന്ന് ചക്ക നന്നാക്കി ചക്ക കറി വെച്ച് ചക്ക തിന്നു. ഇതാണ് ഇവിടെ നടന്നത്. ചക്കയ്ക്കകത്തായിപ്പോയി, വേറൊന്നും നടന്നില്ല. അപ്പൊ എൻ്റെ ഒരു ചെറിയ ഡെയിലി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് to my YouTube channel. So until next time, bye.